തരൂർ ആശംസകൾ കോൺഗ്രസിന് എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ വലയം ചെയ്തു നിൽക്കുന്നത് വിജയൻ? തരൂരാശംസകൾ കേൾക്കുമ്പോൾ കുറച്ച് കടുപ്പമാണ് പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചില നേതാക്കൾക്കും. ഈ ഹൈക്കമാൻഡ് വിളിപ്പിച്ചപ്പോൾ ഹൈക്കമാൻഡുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശശി തരൂർ എത്തിയപ്പോൾ പറഞ്ഞത് ശശി തരൂരിനെ പൂർണ്ണമായും മെരുക്കിയിരിക്കുന്നു ഹൈക്കമാൻഡ്, ഇനി കേരളത്തിലൊരു പ്രശ്നവുമില്ല, ഈ വിഷയത്തിലേക്ക് ഒന്നും കടക്കില്ല, തരൂർ ഇക്കാര്യത്തിലുള്ളൊരു അഭിപ്രായം മാറ്റും എന്നൊക്കെയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ തരൂർ അങ്ങനെയല്ല, തരൂരിനെ അങ്ങനെ പെട്ടെന്ന് മെരുക്കാൻ കഴിയില്ല എന്നൊരു പക്ഷേ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് കോൺഗ്രസ് നേതാക്കളും ഒക്കെ മനസ്സിലാക്കി തുടങ്ങുകയാണ്. അതാണ് ഇന്നലെ ഉച്ച കഴിയുന്നതോടുകൂടി ഡൽഹിയിൽ തൻ്റെ നിലപാടിൽ മാറ്റമില്ല, താൻ എഴുതിയത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ പ്രതികരണം മാത്രം നൽകി തിരിച്ച് കേരളത്തിലെത്തിയ ശശി തരൂരിൻ്റെ പ്രതികരണത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, ചില വാക്കുകളുടെ പ്രയോഗത്തിൽ നിന്ന് ഒക്കെ തന്നെ മെരുക്കേണ്ടതില്ല, താൻ കുറച്ചുകൂടി നിലപാട് കടുപ്പിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം പ്രതികരണമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. ആദ്യം തന്നെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ച അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അക്കാര്യം മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കാൻ കഴിയില്ലല്ലോ, ഞാനും രാഹുൽജിയും മാത്രമാണ് ആ റൂമിലുണ്ടായിരുന്നത്, ഈ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിൽ ഒരുപക്ഷേ ശരത് ഇക്കാര്യത്തിൽ കാണേണ്ടത് ഈ ശശി തരൂർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും നോമിനേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് ഒരുപക്ഷെ ഇവർ തമ്മിൽ ഒരു വലിയ തരത്തിലുള്ള അടുപ്പമോ ഒന്നും ഉണ്ടായിട്ടില്ല, നേരിട്ട് കാണൽ പോലും ഉണ്ടായിട്ടില്ല. ശശി തരൂർ ഒരുപാട് തവണ ഇങ്ങനെയൊരു ചർച്ചയ്ക്കായുള്ള അവസരം ഒക്കെ ചോദിച്ചിരുന്നു, പക്ഷേ അതൊന്നും നൽകിയിരുന്നില്ല. ശശി തരൂരിന് ഈ വിഷയം രണ്ട് തരത്തിൽ ഉപയോഗം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതാണ് കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കളെ വലിയ തരത്തിലൊരു പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിൽ ശശി തരൂരിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതിൽ ഒരു ശശി തരൂർ കാണുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. തരൂർ ഇന്നലെ രാത്രിയോ വൈകുന്നേരമോ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ കോൺഗ്രസിനകത്ത് ഏതൊക്കെ തരത്തിൽ മാറ്റമുണ്ടാക്കിയെന്ന് അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. അത് കാണേണ്ടത് കൂടിയാണ്. വിജയൻ, നമുക്കൊന്ന് കണ്ടുകൊണ്ടുവരാം. അത് ബൈറ്റ് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഞാൻ എല്ലാവരും പരാതികളോ വിഷയങ്ങളോ പ്രശ്നങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ എനിക്കെന്താണ് പൂർത്തിയാക്കാനുള്ളത്? അഥവാ ചിലവർ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറയട്ടെ. ഇത് നോക്കൂ, എനിക്ക് ചിലപ്പോൾ ഒരു സന്തോഷമുണ്ട്, ഇടയ്ക്ക് നമ്മളുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിത്തലുണ്ടാവുന്ന കേട്ടിട്ട് അത് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ്. ഇത് എൻ്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു, നല്ല സന്തോഷമല്ലേ, നല്ലൊരു കാര്യമായിരിക്കട്ടെ. വരുന്നു, താങ്ക്സ്. ഗംഭീര ഡയലോഗ് അടിച്ചാണ് ഇന്നലെ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയത്. ലാൻഡിങ് ഗംഭീരമാക്കി. അതായത് നേരത്തെ രജീഷ് പറഞ്ഞത് തല്ലുമാല എന്നുള്ളത് അദ്ദേഹം തമ്മിൽത്തല്ല് എന്നാണ്, നേതാക്കൾക്കിടയിലെ തമ്മിൽത്തല്ല്. അദ്ദേഹം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് വളരെ പരസ്യമായി പറഞ്ഞ കാര്യം, നേതാക്കൾക്കിടയിലെ തമ്മിൽത്തല്ലിൽ എനിക്ക് വേണ്ടിയെങ്കിലും അവർ ഒന്നിച്ചല്ലോ, ഈ കാര്യത്തിലെങ്കിലും തരൂർ തന്റെ കാര്യത്തിൽ വേണ്ടിയിട്ടെങ്കിലും നേതാക്കൾ ഒന്നിച്ചല്ലോ എന്ന പരാമർശമാണ്. പണ്ടുകാലത്ത് കെ കരുണാകരനൊക്കെയാണ് ഇത്തരം വലിയ പാർട്ടിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരം തഗ് ഡയലോഗ് അടിക്കുന്നത്. ആ നിലയിലേക്ക് തരൂർ ഇന്നലെ വല്ലാതെ കോൺഗ്രസ് നേതാക്കളെ അങ്ങ് അസ്തമിപ്പിച്ച് കളഞ്ഞ ഡയലോഗൊക്കെ അടിച്ച് വളരെ ഹീറോയായി, വളരെ കോൺഫിഡൻ്റായി തരൂരാണ് തിരുവനന്തപുരത്ത് ഇപ്പോഴുള്ളതല്ലേ? അതുതന്നെയാണ് ഇന്നലെ സംസാരിച്ച സമയത്ത് തരൂർ വ്യക്തമാക്കിയത്, തനിക്ക് ഈ വിഷയത്തിൽ ഒരു പരാതിയുമില്ല, ഞാൻ ആരോടും പരാതി പറയാൻ പോയതല്ല ഡൽഹിയിൽ, രാഹുൽജിയുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അത് സംസാരിച്ചു എന്ന് മാത്രമാണ്. ഈ കേരള സർക്കാരിനെ പുകഴ്ത്തിയ വിഷയത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, അന്താരാഷ്ട്ര തലത്തിലുള്ള കണക്കുകൾ അടിസ്ഥാനത്തിൽ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് താൻ ആ നിലപാടിലേക്ക് എത്തിയത്. കേരളത്തിലെ ചെറുപ്പക്കാർ വളരട്ടെ, വികസനം വരട്ടെ, താൻ കേരളത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. വീണ്ടും ആവർത്തിക്കുന്നത്, താനൊരു മലയാളിയായാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനായല്ല, ഒരു ജനപ്രതിനിധിയായാണെങ്കിലും ഒരു മലയാളിയായാണ് താൻ സംസാരിക്കുന്നത്, കേരളം വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായാണ് താൻ സംസാരിക്കുന്നത് എന്ന് ആവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസ്താവനകളിലും പ്രതികരണത്തിലും അദ്ദേഹം VD സതീശനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും താൻ പറയുന്നത്, തൻ്റെ ലേഖനം വായിച്ചു നോക്കൂ, അത് CPIM-ൻ്റെ കണക്ക് വെച്ചല്ല താൻ എഴുതിയത്, എന്തിനാണ് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം കാണുന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഒപ്പം ആണ് നമ്മുടെ ചോദ്യത്തിന് മറുപടിയായി ഇക്കാര്യം പറയുന്നത്, തനിക്ക് വേണ്ടിയെങ്കിലും തമ്മിലടിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ചല്ലോ എന്നുള്ളതാണ്. പക്ഷേ അതിലും ശശി തരൂരിന് അനുകൂലമായ പ്രസ്താവന ഇന്നലെ KPCC പ്രസിഡന്റ് ഭാഗത്തു നിന്ന് വന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ശശി തരൂർ പറഞ്ഞത് തെറ്റ്, അത്ര വലിയ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് സുധാകരൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയുള്ള ഒരു മറുപടിയിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിലുള്ള ചെറിയ മയപ്പെടുത്തലുകൾ നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കും എത്തിയിട്ടുണ്ട്. കാരണം ഹൈക്കമാൻഡ് പൂർണ്ണമായും ഈ ശശി തരൂരിൻ്റെ
നിലപാടിനെ അംഗീകരിക്കുന്നു. അതോടുകൂടി വലിയ തരത്തിൽ ഹൈക്കമാൻഡിൽ നിന്നൊരു വിമർശനം ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ച പ്രതിപക്ഷ നേതാവ് മിണ്ടാട്ടമില്ലാതെ മാറി നിൽക്കുന്നു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് ഭയപ്പെടുത്തേണ്ട ഘട്ടത്തിലേക്ക് വരുന്നു. ഇത് വലിയ തരത്തിലുള്ള ഗുണം ചെയ്തത് സംസ്ഥാന സർക്കാരിനും അതെ, വിജിൻ പറഞ്ഞ പോലെ അത് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ ക്ഷീണമായി മാറി. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മികവിനെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാവുന്നതിന് അത് ഇടയാക്കി എന്നുള്ളതാണ്. ശരി വിജിൻ, താങ്ക്